മെയ് 3 യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ വിശുദ്ധ ഫിലിപ്പിന്റെയും ചെറിയാക്കോവിന്റെയും തിരുനാളുകൾ സംയുക്തമായിട്ടാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഫിലിപ്പ് സുവിശേഷങ്ങളിൽ ഉള്ള വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നതനുസരിച്ച് ഗാലിലയിലെ ബെഥനിയ ഗ്രാമത്തിൽ നിന്നുള്ളവനാണ്. അദ്ദേഹം വിവാഹജീവിതം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ മതനിലപാടുകൾ അനുസരിച്ച് ലോകത്തിലേക്ക് ഒരു രക്ഷകൻ വരാനിരിക്കുന്നുവെന്നും കരണീയമായിട്ടുള്ളത് ആ രക്ഷകനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥനയിലും ജീവിതവിശുദ്ധിയിലും ജീവിക്കാനിടവരിക എന്നുള്ളത് ആയിരുന്നു. ഇങ്ങനെയുള്ള ആ ചിന്തയിലാണ് ഒരു ദിവസം യേശുവിനെ ഫിലിപ്പോസ് കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടലിൽ ഈ യേശുവാണ് വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് ഫിലിപ്പ് തിരിച്ചറിയാൻ ഇടവരുന്നു. ആ യേശു തന്നെയാണ് തന്നെ തന്റെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം ഫിലിപ്പിനെ യഥാർത്ഥത്തിൽ അത്ഭുത പരതന്ത്രനാക്കി എന്ന് തന്നെ പറയാം. ഫിലിപ്പിന്റെ ആനന്ദവും സന്തോഷവും തന്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള നഥാനിയേലുമായിട്ട് പങ്കുവയ്ക്കാൻ ഫിലിപ്പ് തയ്യാറാകുന്നു. ഇതൊക്കെ സുവിശേഷ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. യേശുവിന്റെ വിളി അനുസരിച്ച് അതോടുകൂടിയുള്ള ഉത്തരവാദിത്വങ്ങളുമൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തതിനു ശേഷം ഫിലിപ്പ് വിളിക്കനുസരിച്ച് യേശുവിന്റെ പുറകെ പോകുന്നു. എന്നാൽ ഒരു തരത്തിലും ഫിലിപ്പ് ഒരു മായാലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നതിന് സൂചന വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. അത്ഭുതകരമായിട്ടുള്ള അപ്പം വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ ഫിലിപ്പ് യേശുവിനോട് പറയുന്നു, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ 200 ദേനാറ് മതിയാകിയില്ല എന്ന്. പ്രായോഗികമായിട്ടുള്ള കണക്കുകൂട്ടുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഫിലിപ്പ് എന്ന സൂചനയാണ് അത് നൽകുന്നത്. അന്ത്യ അത്താഴ സമയത്ത് യേശു വിളിച്ചുകൂട്ടിയ ആ സഹവാസ സമ്മേളനത്തിൽ വെച്ച് യേശു ശിഷ്യന്മാരിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് പോകുന്നുവെന്ന് പറയുന്ന അവസരത്തിൽ ഫിലിപ്പ് ഈ പിതാവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ യേശുവിനോട് അപേക്ഷിക്കുന്നു. ആ അവസരത്തിലാണ് യേശു പറയുന്നത്, ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ് എന്നുള്ള നിത്യസനാതനമായ സത്യം വെളിപ്പെടുത്താൻ അവസരം യേശു ഉപയോഗിക്കുകയാണ്. വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങള് യഥാവിധി പ്രതിബദ്ധതയോടുകൂടി നിറവേറ്റാനും ഇടവന്നിട്ടുള്ള ഒരു ഉത്തമ ശിഷ്യനായിരുന്നു ഫിലിപ്പോസ് എന്ന സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ 2 യാക്കോബുമാരെ നമുക്ക് കാണാം. ഒന്ന് സെബദിയുടെ പുത്രനായ യാക്കോബും അദ്ദേഹത്തെ വലിയ യാക്കോബ് എന്ന പേരിലാണ് പരക്കെ അറിയപ്പെടുന്നത്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന അൽഫേവൂസിന്റെ പുത്രനായ യാക്കോബും ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി ചെറിയ യാക്കോബ് എന്ന രീതിയിലാണ് പരക്കെ അറിയപ്പെടാൻ ഇടവരുന്നത്. 2 യാക്കോബുമാരുടെയും സഹോദരന്മാരും 12 പേരുടെ ശിഷ്യഗണത്തിലുണ്ട്. വലിയ യാക്കോബിന്റെ സഹോദരനാണ് യോഹന്നാൻ, ചെറിയ യാക്കോബിന്റെ സഹോദരനാണ് യൂദ. ചെറിയ യാക്കോബിനെ പറ്റി സമൂഹത്തിൽ വലിയൊരു മതിപ്പ് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. നീതിനിഷ്ഠയിലും തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതശൈലിയിലും വലിയ ജനപിന്തുണ നേടിയവനായിരുന്നു ചെറിയ യാക്കോബ്. അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായതിനു ശേഷം ചെറിയ യാക്കോബ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബപരമായിട്ട് യേശുവിന്റെ ഒരു സഹോദരനായിട്ട് വരും. യേശുവിന്റെ അമ്മയായ മാതാവിന്റെ തന്നെ ഒരു കസിൻ സഹോദരിയുടെ പുത്രനാണ് ചെറിയ യാക്കോബ്. അങ്ങനെ ഒരു കുടുംബ ബന്ധവും കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ മനസ്സ് കൂടുതൽ ഉൾക്കൊള്ളാൻ ചെറിയ യാക്കോബിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ആദ്യത്തെ സഭയിലെ സാർവത്രിക സൂനദോസ് എന്നറിയപ്പെടുന്ന ജെറൂസലം കൗൺസിലിൽ എടുത്ത ആ തീരുമാനങ്ങൾ ക്രോഡീകരിക്കാൻ ചെറിയ യാക്കോബിന്റെ സംഭാവനയാണ് ഇടവരുത്തിയത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു ലേഖനവും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. അതിൽ പ്രത്യേകം അദ്ദേഹം ഊന്നി പറയുന്നത്
പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാകുന്നു എന്നാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവന് തമ്പുരാൻ തന്നിരിക്കുന്ന നാവ് ശരിയായിട്ട് വിനിയോഗിക്കുന്നതിൽ കൂടി ആയിരിക്കണമെന്ന് ഊന്നിപ്പറയുകയാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ കൂടെ. വളരെ പ്രായോഗികമായിട്ടുള്ളൊരു സമീപനം ചെറിയ യാക്കോബിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും കാണാം. അദ്ദേഹം ക്രിസ്തുവർഷം 62-ാം ആണ്ടിൽ നീറോ ചക്രവർത്തിയുടെ മതമർദ്ദനം ആരംഭിച്ചിട്ട് 10-ാം ആണ്ടിലാണ് അദ്ദേഹത്തിന്റെ ഭടന്മാർ തന്നെ ചെറിയ യാക്കോബിനെ അടിച്ച് കൊല്ലാനിടവന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫിലിപ്പ് യഥാർത്ഥത്തിൽ നല്ല മനസ്സും നല്ല ചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ, ചെറിയ യാക്കോബ് ചിന്തകൾ മാത്രം പോരാ, മനസ്സ് നന്നായ മാത്രം പോരാ, പ്രവർത്തനത്തിലും പ്രാധാന്യം മനുഷ്യൻ കൊടുക്കേണ്ടത് ഉണ്ട് എന്ന് ഊന്നി പറയുന്നു. ചിന്തയും പ്രവർത്തനങ്ങളും മനുഷ്യന് ആവശ്യമായത് കൊണ്ടായിരിക്കാം സഭ ഇവരുടെ രണ്ടുപേരുടെയും തിരുനാള് സംയുക്തമായിട്ട് ആഘോഷിക്കാൻ ഇടവന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല.